Good morning. Good morning, ma'am. വളരെ ആളുകൾ കുറവാണല്ലോ. 2-3 ദിവസം ലീവ് കിട്ടിയോടുകൂടി അല്ലേ എല്ലാവരും ടൂറൊക്കെയാൻ തോന്നുന്നു. ആരെയും കാണുന്നില്ല. കുറച്ചു നേരമായി മിസ് വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലും 1-2 പേരൊക്കെ വരാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും ശരിയാകില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയും നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പൊ ഇവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? റീജണലൈസേഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? റീജണലൈസേഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ആണോ? ഓക്കെ, നമ്മുടെ റീജണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ് ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് വാട്ട് ഈസ് റീജണലൈസേഷൻ തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അവിടെ മുതലല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ വാട്ട് ഈസ് റീജണലൈസേഷൻ? എന്താണ് ഒരു റീജണലൈസേഷൻ എന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പൊ റീജണലൈസേഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും നിങ്ങൾ ഇത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രാദേശികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അത് മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയേ. So first point നോക്കാം. Regionalization is a system of technical and administrative decentralization by establishment of levels of care which range from primary health center at the community level to general hospital and specialized polyclinics at the intermediate level and culminating in higher medical centers where the practice of all specialties carried out with teaching and research are major concerns. അപ്പൊ അതില് ആ ലെവൽസ് ഓഫ് കെയർ വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. റീജണലൈസേഷൻ is a system of technical and administrative decentralization by establishment of levels of care. ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അവിടെ വരെ ചോദിക്കാറുണ്ട്. ലെവൽസ് ഓഫ് കെയർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു റീജണലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രാദേശികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം, അതായത് ഇത് സാങ്കേതികപരവും ഭരണപരവുമായിട്ടുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് സ്ഥാപിക്കും എന്നാ പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ തലത്തില് ലെവൽസ് ഓഫ് കെയർ എന്ന് വെച്ചാൽ പരിചരണ തലങ്ങൾ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്തായിരിക്കും പരിചരണ തലങ്ങൾ അല്ലെങ്കിൽ ലെവൽസ് ഓഫ് കെയർ? നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസില് ലെവൽസ് ഓഫ് കെയറിനനുസരിച്ച് ലെവൽസ് ഓഫ് കെയറിനനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതേ രീതിയിൽ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിനെ തരംതിരിക്കുന്നു. എങ്ങനെയാണ്? അവര് കൊടുക്കുന്ന പരിചരണത്തിന്റെ ആ ഒരു ലെവലിനനുസരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? വിച്ച് റേഞ്ച് ഫ്രം പ്രൈമറി ഹെൽത്ത് സെന്റർ. അപ്പൊ ഏറ്റവും ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലെ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ലെവൽസ് ഓഫ് കെയർ അല്ല, അത് കഴിഞ്ഞ് വരുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കിട്ടാം അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ ലെവലായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നു. പരിചരണം കൊടുക്കും. നമ്മൾ അവിടെ പഠിച്ചത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആയിരുന്നു അല്ലെ. ഇവിടെ അതിന് പകരം ലെവൽസ് ഓഫ് കെയർ എന്ന രീതിയിൽ തന്നെയാണ്. അതിലൊരു കമ്മ്യൂണിറ്റി ലെവലിൽ നമ്മൾ പറയുമ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക്. കമ്മ്യൂണിറ്റി ലെവലിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ആണ്, സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക്കുകൾ. നമുക്ക് അതിനുശേഷം ഇപ്പൊ നമ്മളൊരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയി, നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സർവീസുകൾ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ബേസിക് സർവീസുകൾ കിട്ടി അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി എന്താണ് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ വേണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ
ജനറൽ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ഡിപെൻഡ് ചെയ്യുക അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മിസ് പറയുന്നത്. ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഇല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോളിക്ലിനിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് കേട്ടോ. ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൺസൾട്ടേഷൻസ് മറ്റ് ട്രീറ്റ്മെന്റുകൾ കെയർ ഒക്കെ കൊടുക്കുന്ന ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ഹയർ എന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസിനൊക്കെയാണ് പോളിക്ലിനിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൺസൾട്ടേഷൻ ഇപ്പൊ മൈനർ സർജറീസ് ചെയ്യുന്നുണ്ട്, ചെറിയ എന്താണ് ഡേ ടു ഡേ കൺസൾട്ടേഷൻസ് ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. പ്രിവെന്റീവ് കെയർ വാക്സിനേഷൻസ് ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള പോളിക്ലിനിക്കുകൾ. അതുപോലെയുള്ള ഇവയൊക്കെയാണ് എന്തിൽ വരുന്നത്, ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിനെ അപേക്ഷിച്ചപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റൽസും സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഇത് എന്തിൽ ചെന്നാണ് കലാശിക്കുന്നത്, ഹയർ മെഡിക്കൽ സെന്ററുകൾ അല്ലെ, ഉയർന്ന മെഡിക്കൽ സെന്ററുകളിലേക്കാണ് ലാസ്റ്റ് എത്തുക അല്ലെ. അപ്പൊ ഉയർന്ന മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാ എല്ലാവിധ സ്പെഷ്യാലിറ്റീസും നടത്തുന്ന അല്ലെ, എല്ലാവിധ സ്പെഷ്യാലിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്ന ടീച്ചിങ് ആൻഡ് റിസർച്ച് ആസ് മേജർ കൺസേൺസ് അല്ലെ. ഇപ്പൊ നമുക്കൊരു മെഡിക്കൽ കോളേജുകളൊക്കെ എടുത്താൽ അല്ലെ, അതുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അല്ലെ, ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, ടീച്ചിങ് പഠനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങള്, പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ശരി. ഓക്കെ, ഇപ്പൊ നമ്മൾ റീജിയണലൈസേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അവിടെ ലെവൽസ് ഓഫ് കെയർ ആണ്, അതായത് പരിചരണ തലങ്ങള്. ഇപ്പൊ എന്തൊക്കെ പരിചരണ തലങ്ങൾ എങ്ങനെ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ നോക്കുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ജനറൽ ഹോസ്പിറ്റല്, സ്പെഷ്യലൈസ്ഡ് പോളിക്ലിനിക്കുകൾ വരുന്നുണ്ട്. ഇനി ഒരു ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഹയർ മെഡിക്കൽ സെന്ററുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ, അതായത് എന്തൊക്കെയാ ടീച്ചിങ് ആൻഡ് റിസർച്ച് മുതലായ കാര്യങ്ങളൊക്കെ പ്രധാന വിഷയമായിട്ടെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെയധികം സ്പെഷ്യലൈസ്ഡ് സേവനങ്ങൾ നടത്തുന്ന ഹയർ മെഡിക്കൽ സെന്ററുകളിൽ ചെന്നാണ് അത് കലാശിക്കുന്നത്. ഈ ഒരു ലെവൽസ് ഓഫ് കെയർ എപ്പോഴും എങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് അല്ലെ, ആദ്യം വളരെ ബേസിക് ആയിട്ടുള്ള കെയറുകളാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിൽ കൊടുക്കുക. അതിനും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലെ ഹോസ്പിറ്റൽസ് കൊടുക്കുക. നല്ല സ്പെഷ്യലൈസ്ഡ് എല്ലാ തരത്തിലുമുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്നിടമായിരിക്കും ഇതുപോലെ മെഡിക്കൽ സെന്ററുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളൊക്കെ എന്ന് പറയുന്നത്. ഇതിനെയാണ് ആ ഒരു ലെവൽസ് ഓഫ് കെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് സ്ഥാപിക്കുകയാണ് ശരിക്കും റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണം എന്ന് പറയുന്നത്.
ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലായോ? അത് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ലെവൽസ് ഓഫ് കെയർ വരെയും നിർബന്ധമായിട്ടും അണ്ടർലൈൻ ചെയ്തിട്ടാ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ഫ്രീക്വന്റ്ലി കണ്ടിട്ടുണ്ട്. ഓക്കെ, then second point il parayunnathu the relationship between organizational scale on one hand and the effectiveness and efficiency on the other influences indirectly their number and locations. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽസിന്റെ നമ്പർ ആയിക്കോട്ടെ, അതിന്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ, അതൊക്കെ എന്താണ് പരോക്ഷമായി എന്തിനെ ബാധിക്കുന്നു? അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി ലെവൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സൈസ്, അതിന്റെ അതിന്റെ കാര്യക്ഷമത, ഫലപ്രാപ്തി മുതലായവയൊക്കെ അതിന്റെ നമ്പേഴ്സിനെയും ലൊക്കേഷനും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി വെച്ച് നോക്കുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ നമ്മുടെ നമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും. ശരിയല്ലേ? ഇപ്പൊ ഓരോ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് ഒത്തിരി പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട് അല്ലെ? ഇല്ലേ? ഒരു മെഡിക്കൽ കോളേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അതിനനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഏതിനായിരിക്കും നമ്പേഴ്സിന് എണ്ണം കൂടുക? ഒരു മെഡിക്കൽ കോളേജിന്റെ നമ്പർ ആണോ വർദ്ധിച്ചിട്ടുണ്ടാവുക, അതോ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നമ്പർ ആയിരിക്കോ വർദ്ധിക്കുക? ഒരു ജില്ലയിൽ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. എങ്ങനെയാണ്? ഒരു മെഡിക്കൽ കോളേജുകളുടെ എണ്ണമായിരിക്കോ അതോ ഒരു ജില്ലയിൽ നമ്മൾ കണക്കെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനില് അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ നമ്പർ ആയിരിക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജുകളുടെ നമ്പർ ആയിരിക്കോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? എങ്ങനെയായിരിക്കും? എന്താണ് റിപ്ലൈ ഇല്ലാത്ത? ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ അല്ലെ, അതിന്റെ ആയിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു വലിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സെന്ററുകൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ നമ്പറും അതുപോലെ അതിന്റെ ലൊക്കേഷനും ഒക്കെ പരോക്ഷമായിട്ട് ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എല്ലാ തരത്തിലുമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാനും സാധിക്കും. എന്നാൽ മറ്റ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്റർ കാര്യങ്ങളൊക്കെ നമ്പേഴ്സ് ഒരുപാടുണ്ടാവും, പക്ഷെ അതിന്റെ കാര്യക്ഷമതയിലും അതിന്റെ സൈസിലും സ്കോപ്പിലും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തിയിലും ഒക്കെ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് the regional planning envisages creating a hospital system on a 3-tier basis. ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് റീജിയണൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റീജിയണൽ പ്ലാനിങ് അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണത്തെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ക്രിയേറ്റിംഗ് എ ഹോസ്പിറ്റൽ സിസ്റ്റം ഓൺ 3-tier basis. ഒരു ത്രിതല സംവിധാനം കൊണ്ടുവരിക എന്നതാണ് അല്ലെ? ഒരു ത്രിതല സംവിധാനം കൊണ്ടുവരിക. അതായത് the normal community is served with the local hospital, that's rural hospital of say 30 to 100 beds അല്ലെ? ഒരു ത്രിതല സംവിധാനം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്രൈമറി ടെർഷറി സെക്കൻഡറി ടെർഷറി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു നോർമൽ കമ്മ്യൂണിറ്റി നമ്മൾ സെർവ് ചെയ്യുന്നത് ലോക്കൽ ഹോസ്പിറ്റൽസ് ആണ് സാധാരണ അല്ലെ? നമ്മളൊരു നോർമൽ കമ്മ്യൂണിറ്റി സേവനങ്ങൾ നൽകാനായിട്ട് ലോക്കൽ ഹോസ്പിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റൽ എന്ന് നമുക്ക് പറയാം. അവിടെ ബെഡുകളുടെ എണ്ണം എത്രയായിരിക്കും? ഒരു ഓൾമോസ്റ്റ് 30 to 100 ബെഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് റൂറൽ ഹോസ്പിറ്റലിൽ ആ ഒരു ലോക്കൽ ഹോസ്പിറ്റല് ബേസിക് ആയിട്ടുള്ള പ്രൈമറി കെയറുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ നമുക്ക് കിട്ടും. Probably undifferentiated providing general medical surgical and maternity care. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പൊതുവായിട്ടുള്ള കുറച്ച് സർവീസുകളാണ് കിട്ടുന്നത് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതൊന്നുമല്ല, പൊതുവായിട്ടുള്ള മെഡിക്കൽ പരമായിട്ട് സർജിക്കൽ പരമായിട്ട് അതുപോലെ തന്നെ മെറ്റേണിറ്റി കെയർ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രസവാനന്തര പരിചരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കെയറുകൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് പരിചരണങ്ങളും ട്രീറ്റ്മെന്റുകളും നമുക്ക് ഈ പറയുന്ന ലോക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവലിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ രണ്ടാമത്തെ ടയറിലേക്ക് വരുമ്പോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഒരു ഡിസ്ട്രിക്ട് ജില്ലാ ഹോസ്പിറ്റലുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 700 beds serves as a local hospital for the population and its immediate vicinity as a referral hospital for a group of rural hospital in its region. നമുക്കൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണ് അടുത്തൊരു ടയറിലേക്ക് വരുമ്പോൾ നോക്കാം. ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ ലെവലിലുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 100 ബെഡിൽ കൂടുതലായിരിക്കും അതിന്റെ കപ്പാസിറ്റി അല്ലെ? അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്താണ്
പല റൂറൽ ഹോസ്പിറ്റൽസിന്റെയും റെഫർ ചെയ്ത് വിടാൻ പറ്റുന്ന അല്ലെ ഒരു റീജിയനിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് റൂറൽ ഹോസ്പിറ്റൽസിന് റെഫർ ചെയ്ത് വിടാൻ പറ്റുന്ന അതിന് തൊട്ടടുത്തായിട്ട് അധികം ദൂരേക്ക് പോവാതെ തൊട്ട് നിയറസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പോപ്പുലേഷന് സർവീസുകൾ കിട്ടത്തക്ക രീതിയിലായിരിക്കും ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ജില്ലാ ആശുപത്രികളൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ? ഓരോ ജില്ലാ ആശുപത്രി കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മളൊരു ജില്ലാ ആശുപത്രി ഇപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഒരു റീജിയൻ ഒരു പർട്ടിക്കുലർ റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉണ്ടാവും. ഒരു 5 or 6 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഓരോ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാവും. അപ്പൊ ആ ഏരിയയിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് വരുന്ന പേഷ്യൻസിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കെയർ കൊടുക്കണമെങ്കിൽ അവിടെ നിന്നെല്ലാം ആ ഒരു റീജിയനിലുള്ള എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും എവിടേക്കായിരിക്കും ഇവർ റെഫർ ചെയ്യാം? എവിടേക്കായിരിക്കും? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അല്ലെ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ? പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ പോയിട്ട് നമുക്ക് മാറുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ അടുത്ത് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ റെഫർ ചെയ്ത് വിടുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് അതായത് ഈ പറയുന്ന എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ അല്ലെങ്കിൽ എല്ലാ ലോക്കൽ ഹോസ്പിറ്റലിലും എല്ലാ റൂറൽ ഹോസ്പിറ്റലിൽ നിന്നും എത്തിപ്പെടാൻ പറ്റുന്ന ഒരിടത്ത് തന്നെയാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. Then next പറയുന്നത് such a general hospital would provide medical, surgical, obstetrical and other specialized treatment. നമുക്കറിയാലോ ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ സാധാരണ നമുക്ക് മെഡിക്കൽ പരമായിട്ടുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റുകൾ കിട്ടുന്നുണ്ട്, സർജിക്കൽ പരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒബ്സ്റ്റെട്രിക് പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു പ്രൈമറി അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് സ്പെഷ്യലൈസ്ഡ് സർവീസ് നമുക്ക് കിട്ടും അല്ലെ? കിട്ടാറില്ലേ? അതുപോലെ തന്നെ ഇനി തേർഡ് ടയർ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ the regional hospital catering to the intermediate hospital in a geographical region is designed to provide a complete range of treatment including such specialties as radiotherapy, neurosurgery, thoracic surgery, oncology and so on. ഇവിടെ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്, 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീജിയണലൈസേഷനിലെ എന്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ലെവൽസ് ഓഫ് കെയർ അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരും. രണ്ടാമത്തത് 3 ടയർ ബേസിസ്. അപ്പൊ ചോദിക്കാം 2 ടയർ ആണോ, 3 ടയർ ആണോ, 1 ടയർ ആണോ, 4 ടയർ ആണോ, ആ ഏത് ത്രിതല അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തേർഡ് വൺ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ലോക്കൽ ഹോസ്പിറ്റൽസിന്റെ ബെഡിന്റെ സ്ട്രെങ്ത്, അതോടൊപ്പം തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തേർഡ് ടയറിലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവിടേക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് സ്പെഷ്യലൈസേഷൻസ് ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ മെഡിക്കൽ, സർജിക്കൽ, ഒബ്സ്റ്ററ്റിക്കൽ ആൻഡ് മറ്റ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടയറിലൊരു നമ്മുടെ ഒരു മെഡിക്കൽ കോളേജ് ഒരു ജനറൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചുകൂടി മോസ്റ്റ് അഡ്വാൻസ്ഡ് കെയറുകളാണ് അല്ലെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. റേഡിയോതെറാപ്പി, ന്യൂറോ സർജറി, thoracic സർജറി, ഓങ്കോളജി, നമ്മുടെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ട്രീറ്റ്മെന്റ്, അങ്ങനെ പല പല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് കിട്ടാൻ സഹായിക്കുന്ന സ്ഥാപനമാണ് ഈ പറയുന്ന റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ കാര്യങ്ങളൊക്കെ. Typically, such a hospital would be linked to a medical college and postgraduate teaching centers. ഇങ്ങനെയുള്ള റീജിയണൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? തേർഡ് ടയറിലേക്ക് വരുമ്പോൾ നമുക്ക് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കെയറും സ്പെഷ്യാലിറ്റി കെയറുകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജുകളുമായിട്ടും പല പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് സെന്ററുകളും ഒക്കെ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടായിരിക്കും ഈ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള ഈ മൂന്നാം തലത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി.
വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? അവിടെ വരെയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ. Then next paragraph, this hospital would be strategically located in the region, so the patients in need of its highly specialized services could readily refer to it. നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജുകളൊക്കെ എന്ന് പറയുന്ന അങ്ങനെയുള്ള മെഡിക്കൽ കോളേജ് സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുക. അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പല ഇത് ആവശ്യമായിട്ടുള്ളത്, ഇത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ ആവശ്യമായി വരുന്ന ഏതൊരു പേഷ്യന്റിനും അത് പെട്ടെന്ന് എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്ന ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുക അല്ലെ. Then regionalization envisages a free flow of patients and services and also sharing of senior medical staff by holding consultant session at district hospital and wise and regular visit to hospital. നമുക്കറിയാം ഇപ്പൊ ഈ റീജിയണലൈസേഷൻ, പ്രാദേശികവൽക്കരണത്തിലൂടെ നമുക്കൊരു പേഷ്യൻസിന്റെ സർവീസുകളുടെ ഒക്കെ ഒരു ഫ്ലോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ നിലനിർത്താൻ പറ്റും. ഇപ്പൊ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വരുന്ന പേഷ്യന്റ് അവിടുത്തെ ബേസിക് സർവീസുകളൊക്കെ മതിയാവുന്നില്ല, അവർക്ക് അഡ്വാൻസ്ഡ് കെയർ കൊടുക്കണമെങ്കിൽ അവരെ നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലും നമുക്ക് ട്രീറ്റ്മെന്റ് മതിയാവുന്നില്ല, നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറോ സർജറീസോ ട്രീറ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് റെഫർ ചെയ്യാം? അവരെ റീജിയണൽ ഹോസ്പിറ്റൽസിലേക്ക് റെഫർ ചെയ്യാം അല്ലെ, മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള റെഫർ ചെയ്യാം. ഒരു ലെവൽ ഓഫ് ഫ്ലോ നടക്കുന്നുണ്ട് അല്ലെ, വേ ഓഫ് ഫ്ലോ, പേഷ്യൻസിന്റെ ഒരു വേ ഓഫ് ഫ്ലോ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സീനിയർ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിനെ എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ഡെയിലി കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലേക്ക് വെക്കാം. അവിടെ സർജറിയും കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ അവരെ മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നമുക്ക് അവർക്ക് ഡേ ടു ഡേ വിസിറ്റുകൾ ഹോസ്പിറ്റലിൽ നടത്തണം. അതുപോലെ തന്നെ ചിലപ്പോ കുറച്ചും കൂടി അധികം ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ വരെയും അത്രയും ദൂരം പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ദിവസേന ഫോളോ അപ്പുകൾ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലോ ജനറൽ ഹോസ്പിറ്റലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ചെല്ലാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കുറച്ചും കൂടി കുറച്ചും കൂടി അഴവുള്ള രീതിയിലുള്ള ഒരു ഫ്ലോ ഓഫ് പേഷ്യൻസിന്റെ സർവീസുകളുടെയും ഒരു ഫ്ലോ ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു റീജിയണലൈസേഷനിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പൊ ആ ഒരു ലെവൽസ് ഓഫ് കെയർ അനുസരിച്ച് ഹോസ്പിറ്റൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോരോ ഇന്റർമീഡിയറ്റ് ലെവല്, കമ്മ്യൂണിറ്റി ലെവല്, അങ്ങനെ ഹയർ ലെവല്, അങ്ങനെ നമ്മൾ തിരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസുകളായിരിക്കും ആ ലെവലിലുള്ള ഓരോ ഹോസ്പിറ്റൽസും നൽകുക. അതാണ് ശരിക്കും റീജിയണലൈസേഷൻ അല്ലെങ്കിൽ പ്രാദേശികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഈ ഒരു ഭാഗം മനസ്സിലാക്കി വെക്കണോട്ടോ, ചോദ്യം വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു പിക്ചർ നോക്കാനുണ്ട്. പിക്ചർ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ നോക്കണം, അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിക്ചറിൽ നിങ്ങൾ ആ താഴെ 3 എന്താണ് ഒരു ചെറിയൊരു ഡോട്ട്, അതായത് ചെറിയൊരു ബ്ലാക്ക് ഡോട്ടിനെ അല്ലെങ്കിൽ റൗണ്ടിനെ സർക്കിളിനെ പറയും റൂറൽ ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്നതാണ്. കുറച്ചും കൂടി സർക്കിൾ കുറച്ചും കൂടി വലുതായി കുറച്ചും കൂടി ലാർജ് ആയിട്ടുള്ള സർക്കിൾ ആണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്നു. സ്ക്വയർ ആണെങ്കിൽ അത് റീജിയണൽ ഹോസ്പിറ്റലിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ആ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും.
കൂടുതൽ കാണുന്നത് ഏതാ? റൂറൽ ഹോസ്പിറ്റലുകളാണ്. ഇത് കണ്ടോ, താഴെ ഓരോരോ ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ റൗണ്ട്സ് ആണ് റൂറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ റൂറൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കിട്ടാൻ നമ്മൾ പോകുന്നത് ഏത് ഹോസ്പിറ്റലിലേക്കാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക്. ഓരോന്നെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കാണ് പോവുക അല്ലെ. അതുകൊണ്ടാണ് ആ വലിയതിലേക്ക് അങ്ങോട്ട് ആരോ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ആ പിക്ചർ അല്ലെങ്കിൽ നോക്കുന്നത് പിന്നീട് മനസ്സിലാവില്ല, അതുകൊണ്ട് മിസ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അത്രയും ചെറിയ ചെറിയ റൗണ്ട്സ് റൂറൽ ഹോസ്പിറ്റല്, അതിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക്. ഇനി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്നും നമ്മൾ എവിടേക്കാ പോവാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് സർവീസ് വേണമെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് അല്ലെ, മെഡിക്കൽ കോളേജ് പോലെയുള്ള റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. അപ്പൊ നോക്കിയേ നിങ്ങള് അതിന്റെ മൊത്തത്തില്, അതായത് ഇപ്പോ നമുക്ക് റൂറൽ ഹോസ്പിറ്റലിൽ നിന്നും പോവാം, നേരിട്ട് പോവാം, അല്ല എങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനെ സമീപിച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് പോവാം. അപ്പൊ അവിടെ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മൾ വരുന്നത് എവിടേക്കാണ്? സ്ക്വയർ ചെയ്തിരിക്കുന്ന റീജിയണൽ ഹോസ്പിറ്റലിലേക്കാണ്. മനസ്സിലായോ? ആ പിക്ചർ എന്താണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നിങ്ങൾക്ക് ആ ഒരു 3 ടയറിന്റെ ആ ഒരു ലെവൽസ് ഓഫ് കെയർ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് അടുത്തൊരു ടേം ആണ് ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീം. ഒരു ഹോസ്പിറ്റൽ പ്ലാനിംഗ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ ആയിരിക്കണം ആ ടീമിൽ ഉണ്ടായിരിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ ഓരോ ഫംഗ്ഷൻസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഭാഗത്ത് പഠിക്കുന്നത്. റീജണലൈസേഷൻ എന്താന്നുള്ളത് അവിടെ വരെയുള്ളൂ കേട്ടോ. ആ റീജണലൈസേഷൻ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫില് കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മിസ് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതിൽ നിന്ന്. ഓക്കെ, ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. The one must realize in very beginning that hospital project planning and execution is likely to be a difficult and frustrating task. So നമുക്കൊരു ഹോസ്പിറ്റൽ പ്രൊജക്ട് ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് വെരി ബിഗിനിങ്, ഒരു ആദ്യം മുതലേ തന്നെ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എളുപ്പമല്ല ഹോസ്പിറ്റലിൽ ഒരു പ്രൊജക്ട് കൊണ്ടുവരിക, അത് ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു വളരെ എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല, മറിച്ച് അത് ബുദ്ധിമുട്ടുള്ള, അതുപോലെ തന്നെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ചിലപ്പോ നമുക്ക് പലതരത്തിലുള്ള നിരാശയും ഉൾപ്പെടാവുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ചുമതല തന്നെയാണെന്ന് ആദ്യമേ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. All the people involved in the delivery as well as litigation services are concerned with hospital planning. അപ്പൊ എല്ലാ വ്യക്തികളും, അതായത് ഹോസ്പിറ്റലിന്റെ സർവീസ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായിരിക്കാം, ലിറ്റിഗേഷൻ സർവീസ്, ലീഗൽ അസിസ്റ്റൻസ് മുതലായ കാര്യങ്ങൾ, സർവീസുകളും കൺസൾട്ടേഷനും ഒക്കെ നൽകുന്ന ആളുകളായിരിക്കാം. ഇവരെല്ലാവരും ഹോസ്പിറ്റൽ പ്ലാനിംഗ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളൊരു ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. So the people, patients, nursing and medical staff and the management all have their own peculiar requirements. അല്ലെ, ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു ആളുകൾക്കായിക്കോട്ടെ, അവിടെ വരുന്ന പേഷ്യൻസിനായിക്കോട്ടെ, വിസിറ്റേഴ്സിനായിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സസ്, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ മാനേജ്മെന്റിന് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രത്യേക ആവശ്യകതകളുണ്ട്. ഇല്ലേ? ശരിയല്ലേ? ഒരു നഴ്സിന്റെ, ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ ഒരു നഴ്സിന്റെ ആവശ്യകത ആയിരിക്കില്ല വരുന്ന പേഷ്യന്റിന്റെ ആവശ്യകത. ശരിയല്ലേ? വ്യത്യസ്തമാണ് അല്ലെ? ഓരോരുത്തരുടെയും ആവശ്യകതകൾ ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് അവരുടെ ഓരോരുത്തരുടെയും നീഡ്സ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കുമ്പോ അതിനനുസരിച്ചുള്ള റിക്വയർമെന്റ്സ് എല്ലാം നമ്മൾ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അത് നടപ്പിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പേഷ്യന്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല, അതേസമയം ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ വിഭാഗത്തെയും കൂടി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്.
നെക്സ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഈസ് ഐസൊലേഷൻ ഹാവ് ലിഡ് ടു ക്രിയേഷൻ ഓഫ് ഫിസിക്കൽ ഫോംസ് ലിമിറ്റഡ് ഇൻ ദെയർ യൂട്ടിലിറ്റി. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ടെക്നിക്കൽ റിക്വയർമെന്റ്സ്, അവിടുത്തെ സാങ്കേതികപരമായിട്ടുള്ള ആവശ്യകതകൾ, ഒരു പ്രത്യേക പ്രൊഫഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്, ഒരു പ്രത്യേക പ്രൊഫഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ സാങ്കേതികപരമായിട്ടുള്ള ആവശ്യകതകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ മാത്രം മനസ്സിലാക്കി അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് നമ്മള് ഒരു അവിടുത്തെ ഭൗതിക ഫെസിലിറ്റീസ് നമ്മൾ രൂപപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരിമിതിയിലുള്ളിലായിരിക്കും. ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു വീട് ബിൽഡ് ചെയ്യും, ഇതൊരു ഹോസ്പിറ്റൽ പണിയുന്ന കാര്യം പറയാം. അതേസമയം നമ്മൾ നേരെ തിരിച്ചു നോക്കി, നമ്മളൊരു വീട് പണിയുന്നു. വീട് പണിയുമ്പോൾ ഒരാളുടെ മാത്രം അവരുടെ മാത്രം ആവശ്യകതകൾ നോക്കി, അവരുടെ മാത്രം ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം പരിമിതമായി പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ശരിയല്ലേ? അങ്ങനെ ആയിപ്പോ. അതേ ഹോസ്പിറ്റലാണെങ്കിലും എങ്ങനെയാണ്? ഇപ്പൊ അവിടുത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പൊ ഒരു ഡോക്ടേഴ്സിന്റെ കാര്യം മാത്രം നോക്കും, അല്ലെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ ആവശ്യകതകൾ മാത്രം നോക്കി നമ്മൾ അവിടെ ഭൗതിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഫോംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് പരിമിതപ്പെട്ടു പോകുന്നു. മറ്റുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഇല്ലേ? അതുപോലെ ഇവിടെയും എന്താണ്? on the other hand, the interest of administrators is attracted by other than technical requirements of patients, a community and owners. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ താല്പര്യങ്ങളായിരിക്കും കുറച്ചും കൂടി അട്രാക്ട് ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ, പേഷ്യൻസിന്റെ ആവശ്യകതകള് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ ഓണേഴ്സിന്റെ ആവശ്യകതകളൊന്നും ചിലപ്പോ പരിഗണിക്കണമെന്നില്ല. ആൻഡ് എ ക്രിട്ടിക്കൽ understanding of this relationship is essential to reconcile the differences of professional prestige, functional requirement and administrative consideration. അപ്പോൾ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ധാരണ ഓരോ കാര്യങ്ങളെ കുറിച്ചും വേണം. അവിടെയുള്ള ഓരോരുത്തരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതുപോലെ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യകതകളും അവരുടെ റിലേഷൻഷിപ്പ് ഹോസ്പിറ്റലിനോട് എങ്ങനെയാണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊഫഷണൽ പ്രസ്റ്റീജ്, അതായത് സ്ഥാപനത്തിന്റെ പ്രൊഫഷണൽ പരമായ ഒരു അന്തസ്സ് നിലനിർത്തണം. അവിടുത്തെ എല്ലാ പ്രവർത്തനപരമായ ആവശ്യകതകളും നിറവേറ്റുന്ന രീതിയിലായിരിക്കണം. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുകയും വേണം. എല്ലാ തലങ്ങളും ഉൾപ്പെടുത്തി, എല്ലാ ആവശ്യകതകളും എല്ലാവരുടെയും ഉൾപ്പെടുത്തി, അത് തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം നമ്മളൊരു ഹോസ്പിറ്റല് പണിയേണ്ടത്. Then suitably qualified and competent planning staff are tasked to find. നമുക്ക് ഇപ്പോഴും ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് ടീമില് നമുക്ക് ആ ഒരു പ്ലാനിങ് സ്റ്റാഫുകളെ എങ്ങനെയുള്ളതാ? വളരെ യോഗ്യതയുള്ള, നല്ല കോമ്പീറ്റന്റ്, നല്ല കഴിവുകളുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് സ്റ്റാഫിനെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം, വളരെയധികം ബുദ്ധിമുട്ടാണ് കണ്ടെത്താനായിട്ട്. And they will need a long time to be to the necessary work in a careful manner at each stage. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്തിയാലും അവർക്ക് ചിലപ്പോൾ കുറച്ച് സമയം അധികം വേണ്ടി വന്നേക്കും. കാരണം അവർ ഓരോ സ്റ്റേജിലും വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധാപൂർവമായിരിക്കും അവരുടെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ടൈം ചിലപ്പോൾ അവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. And it's a common practice once the idea of a hospital has taken root to go ahead to hastily in the preparation of building plans without much deliberation. ഇനി ഇതിൽ എപ്പോഴും നമ്മളൊരു കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു റൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ആശയം ഉടലെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം സമയം വെയിറ്റ് ചെയ്തില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? കൂടുതൽ ആലോചിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിടുക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിന്റെ റിസൾട്ട് അതിന്റെ തൽഫലമായിട്ട് when plans are examined by the personnel who will be working in the hospital, they are found to be all incorrect. അപ്പൊ പെട്ടെന്ന് തിടുക്കത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാക്കുക, അതായത് എത്രയും വേഗം നമുക്കൊരു ഹോസ്പിറ്റൽ പണിയാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ട പല റിക്വയർമെന്റ്സും അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഹോസ്പിറ്റലിൽ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് എന്തൊക്കെ ആവശ്യമുള്ളത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മമാരോട് ചോദിക്കണം അല്ലെ, ഓരോ കാര്യങ്ങളും എന്തൊക്കെ സൗകര്യങ്ങൾ വേണം. അവർക്കല്ലേ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാവുന്നത് അല്ലെ. അപ്പൊ എന്തൊരു കാര്യത്തെ കുറിച്ചും പ്ലാൻ ചെയ്യാനും നിർമ്മിക്കുമ്പോഴും നമ്മൾ അവരുടെ ഒരു അഭിപ്രായമല്ലേ ചോദിക്കേണ്ടത്, ശരിയല്ലേ? പുറത്ത് നിന്ന് നമ്മുടെ വീട്ടിലില്ലാത്ത പുറമേ ഉള്ള ഒരാളോട് ഒരു അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അല്ലെ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കോൺസെപ്റ്റുകളും റിക്വയർമെന്റ്സും കാര്യങ്ങളും പറയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വിപുലീകരണങ്ങൾ നടത്താം, അതിനെ പുതിയ ബിൽഡിങ്സ് പണിയാം. അതേസമയം പുറമേ നിന്നൊരു വ്യക്തി നമ്മളോട് അഭിപ്രായം പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് വർക്ക്ഔട്ട് ആവും? ശരിയാവില്ല അല്ലെ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുക. എന്താണ് പ്രശ്നം? അങ്ങനെ പെട്ടെന്ന് തിടുക്കത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, തുടക്കം കുറിക്കുകയും അതിനനുസരിച്ച് തന്നെ ചിലപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് ഈ പറയുന്ന പ്ലാൻസ് പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത്രയും മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളൊരു വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ടോ അതുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ നേരെ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് പണിയുമ്പോഴും നമ്മളൊരു വീട് പണിയുമ്പോഴും രണ്ടിനും ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെ. ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു നല്ല വ്യക്തമായിട്ട് നല്ല നോളജ് ഉള്ള ഒരു പ്ലാനിങ് മെമ്പർ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ അങ്ങനെ എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് കൂടിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ അവർ ഓരോ സ്റ്റെപ്പുകളും വളരെ ശ്രദ്ധാപൂർവ്വം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉടലെടുത്താൽ ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഫലമായിട്ട് പലതരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയും ഭാഗം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ മിസ്സിന്റെ അടുത്ത്. മനസ്സിലാക്കി പഠിക്കണേ, ഒരിക്കലും ബൈഹാർട്ടൊന്നും ചെയ്യണം. നിങ്ങൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? മനസ്സിലാവായികയുണ്ടോ? ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഇവിടെ വരെയും ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, then next paragraph നോക്കാം ട്ടോ. Therefore, the key feature in planning all good medical facilities should be the extensive participation of the medical staff in the process. In the initial stages, time spent on spelling out clearly what the requirements would be,
From the staff's point, we save both money and time in the long run. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചായിക്കോട്ടെ, ഒരു ബിൽഡിംഗ് നമ്മുടെ വീട് പണിയുമ്പോഴായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ ആവുമ്പോൾ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തി നമുക്ക് നല്ലൊരു പ്ലാനിങ് ചെയ്ത് ഒരു പിക്ചർ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ എക്സ്റ്റൻസീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ ദ പ്രോസസ്. ആദ്യമേ തുടങ്ങി ഒരു മെഡിക്കൽ സ്റ്റാഫുകളുടെ ഒരു വിപുലമായ ഒരു പങ്കാളിത്തം ഈ പ്ലാനിങ് ടീമിൽ ഉണ്ടായിരിക്കണം. ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജ്, ആ ഒരു ആരംഭഘട്ടത്തിൽ തന്നെ കുറച്ച് നമ്മൾ സമയം കണ്ടെത്തി ആ ഒരു മെഡിക്കൽ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ റിക്വയർമെന്റ്സ്, അവർ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്ന ആളുകളാണല്ലോ, അപ്പൊ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇന്ന സ്പേസ് വേണം എന്ന രീതിയിൽ ഓരോ ആവശ്യകതകളും ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ ആ ഒരു പ്ലാനിങ് ടീമിന് അതിനനുസരിച്ച് പ്ലാനുകൾ എന്ത് ചെയ്യും, ഉണ്ടാക്കാനും അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന പണമായിക്കോട്ടെ സമയമായിക്കോട്ടെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാൻ പറ്റും അല്ലെ. ആദ്യം നമ്മളൊരു വീട് പണിതു, ഇപ്പൊ നമ്മുടെ അടുത്ത ഒരു ആർക്കിടെക്ട് വന്നു, നമ്മളൊരു വീട് പണിയാൻ പോവാണ്, ഒരു ആർക്കിടെക്ട് വന്നു, അവരുടേതായിട്ടുള്ള ഒരു എന്താണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നു, ഒരു ഡിസൈൻ കൊണ്ടുവന്നു, അത് പണിതു കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ വന്നു നോക്കുമ്പോ അവർക്ക് ഇന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണെന്ന് പറഞ്ഞ് പണി തുടങ്ങി കഴിഞ്ഞാൽ അത് പൊളിച്ചു പണിയാന്ന് പറഞ്ഞ് നമുക്ക് എക്സ്പെൻസീവ് ആണ് അല്ലെ. നമുക്ക് ഒരുപാട് സമയവും പോകും, അതുപോലെ തന്നെ പണവും നഷ്ടമാണ്. ശരിയല്ലേ? അതേസമയം ആദ്യമേ തന്നെ ഈ പറയുന്ന ഓരോ ആവശ്യകതകളും അവരോട് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും അവരുടെ റൂമുകൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കിച്ചൺ എങ്ങനെയായിരിക്കണം, മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് ആദ്യമേ ആ ഒരു ആർക്കിടെക്റ്റിന്റെ അടുത്ത് പറഞ്ഞ് അവര് നമുക്കൊരു ഡിസൈൻ വരച്ച് തന്ന് നമുക്ക് എല്ലാവർക്കും അത് ഓക്കെ ആയി അത് പണിയുമ്പോൾ നമുക്ക് അധികം പണമോ അല്ലെങ്കിൽ ഇതുപോലെ സമയമൊന്നും പിന്നീട് നമുക്ക് നഷ്ടം വരുന്നില്ല. ശരിയല്ലേ? എല്ലാ റിക്വയർമെന്റ്സും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ? നമ്മുടെ എല്ലാ ആവശ്യകതകളും ഉൾപ്പെടുത്തിയാണ് ഒരു ഡിസൈൻ എന്ത് ചെയ്യുന്നത്, ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വേറെ പണികൾ നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു സമയമോ പണമോ ഒന്നും നമുക്ക് നഷ്ടമാകുന്നില്ല. അതേസമയം ഇവർ ഈ പറയുന്ന ഒരു പ്ലാനിങ് ടീമില് എപ്പോഴും ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫുകളും കൂടി പങ്കാളികളാവുക. അങ്ങനെ ആദ്യമേ പ്രാരംഭഘട്ടത്തിൽ തുടങ്ങി അവർ പങ്കാളികളായാൽ അതിന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പല പല മിസ്റ്റേക്കുകളും പണിത് വരുമ്പോൾ ഉണ്ടാകുന്ന പല മിസ്റ്റേക്കുകളും കുറയ്ക്കാനും അതിനനുസരിച്ച് എല്ലാ ആവശ്യകതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പ്ലാൻ തയ്യാറാക്കി അത് നടപ്പിലാക്കാനും അതിനനുസരിച്ച് ആ പണവും സമയവും ഒക്കെ നമുക്ക് ലാഭിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, then next about 10 to 12% of the proposed outlay on construction budget can be saved if changes during the construction stage or shortly after the hospital commissioning are avoided. അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഒരു 10 മുതൽ 12% of the proposed outlay on construction budget. നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിലെ ഒരു നിർദ്ദിഷ്ട തുക, അതായത് 10 മുതൽ 12% ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി നമ്മുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മാണം അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി എത്ര രൂപയാണ് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുന്നത് അതിന്റെ 10 മുതൽ 12% വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൺസ്ട്രക്ഷൻ സ്റ്റേജിലോ അത് നിർമ്മിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ഒരു കമ്മീഷനിങ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ട്, അയ്യോ ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അത് പൊളിച്ചു പറയുന്നതിനേക്കാൾ കുറവാണ് അല്ലെ. ആ പൊളിച്ചു പണിയുമ്പോൾ നമുക്ക് എന്താ ഒരുപാട് സമയം ഒരുപാട് നഷ്ടവും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ആദ്യമേ തുടങ്ങി ഇവിടെയുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷനിലൂടെ സാധിക്കുന്ന പറയുന്നത്. ഇപ്പൊ നമ്മളൊരു വീട് ബിൽഡ് ചെയ്യുമ്പോൾ ആ ബിൽഡ് ചെയ്ത വീട്ടില് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ, അതായത് ഇപ്പൊ നമ്മുടെ അമ്മ അച്ഛൻ നമ്മൾ ആരൊക്കെയാണോ ആ വീട്ടിൽ താമസിക്കുന്നത് അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെയൊക്കെ അഭിപ്രായത്തിനനുസരിച്ച് ഒരു വീട് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്ലാൻ നിർമ്മിക്കുന്നു. ആ പ്ലാനിനനുസരിച്ച് നമ്മൾ ആ ഒരു വീട് നിർമ്മിക്കുന്നു. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചാണ് ആ പ്ലാൻ അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടില്ല. അതേസമയം നമ്മളെ ആരെയും ഉൾപ്പെടുത്തുന്നില്ല, നമ്മൾ ആരെയും ഉൾപ്പെടുത്താതെ നമ്മുടെ അഭിപ്രായങ്ങളൊന്നും നമ്മളവിടെ പറഞ്ഞിട്ടില്ല അവരോട്. അങ്ങനെ പറയാത്തപ്പോ അവർ അവരുടേതായ ഒരു ഡിസൈൻ
ക്രിയേറ്റ് ചെയ്യുന്നു. ഒക്കെ ആണെങ്കിൽ അവരത് പണിയുന്നു. പണിത് വന്ന ശേഷം ഈ പറയുന്ന കിച്ചണിൽ വേറെ മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ റൂമുകളിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വേണമെന്ന് പണിത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുമ്പോ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? അത് പൊളിച്ചു പണിയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? ആണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ബുദ്ധിമുട്ടല്ലേ അത്? അപ്പൊ ആ ഒരു നിർമ്മാണം, അതാ ഇവിടെ പറയുന്നത്, ആ ഒരു നിർമ്മാണ ഘട്ടത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ബഡ്ജറ്റിന്റെ 10 മുതൽ 12% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അത് ലാഭിക്കാൻ പറ്റുന്നത്? കാരണം പിന്നീട് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ആവശ്യകതകളും തുറന്നു പറയുന്നു. അങ്ങനെ തുറന്നു പറയുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആവശ്യകതകളും ഉൾപ്പെടുത്തിയുള്ള പ്ലാനുകളാണ് നമ്മളിപ്പോ പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീടുള്ള ആ ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു നിർമ്മാണ ഘട്ടത്തിലെ 10 മുതൽ 12% വരെയും ആ ഒരു ബഡ്ജറ്റിലെ തുക നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? 2 പാരഗ്രാഫ്, ചെറിയ 2 പാരഗ്രാഫ്സ് ആണ് കേട്ടോ. Then അടുത്തത് പറയുന്നത് the basic reason for the hospital existence, the patient and his human needs seem to have been subordinated many times in design consideration. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരിൽ തന്നെയാണ്? ഒരു ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത് ആരിലൂടെയാണ്? ഒരു ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത് ആരിലൂടെയാണ്? എന്ത്? ഒരു ഹോസ്പിറ്റൽ നിലനിൽക്കുന്നത് ആരിലൂടെയാണ്? അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എക്സിസ്റ്റൻസ് ആരെ അപേക്ഷിച്ച്? അവർക്ക് പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് അവരുടെ പേഴ്സണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ നീഡ്സ്, ഹ്യൂമൻ നീഡ്സ്, ഇതെല്ലാം കൺസിഡർ ചെയ്യണം അല്ലെ? അപ്പൊ വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ അവരുടെ ആവശ്യകതകള്, അവരുടെ ആ ഒരു ഹ്യൂമൻ നീഡ്സ് എല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റൽ പണിയേണ്ടത്. പല സമയങ്ങളിലും അല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു ഡിസൈൻ പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സബോർഡിനേറ്റ് ആയി പോവാം, അല്ലെങ്കിൽ അത് പരിഗണിക്കപ്പെടാതെ പോവാറുണ്ട്. Then hospital which have been designed only to meet the health professional needs have failed to develop an environment which meet the patient needs. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കാണുമ്പോൾ അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ പ്രൊഫഷണൽസിന്റെ നീഡ്സിനനുസരിച്ചാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും അവിടെ വരുന്ന പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് ചിലപ്പോ നൽകണമെന്നില്ല. And the planning team views must relate to this regard for the needs of patients, staff and visitors alike and not to the architect and the consultant team selling their own plan. അപ്പൊ ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ ആ ആർക്കിടെക്റ്റിന്റെ അല്ലെങ്കിൽ ആ കൺസൾട്ടന്റിന്റെയോ അവരുടെ സ്വന്തം പ്ലാൻ, അവരുടെ ആ ഒരു സ്കില്ല് കാര്യങ്ങൾക്ക് വിറ്റഴിയുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ മാത്രമാകരുത്. മറിച്ച് ആരുടെയൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഹ്യൂമൻ നീഡ്സ് നോക്കണം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആവശ്യകതകൾ മാനിക്കണം, വിസിറ്റേഴ്സിന്റെ ആവശ്യകതകൾ മാനിക്കണം. അങ്ങനെ എല്ലാവരുടെയും നീഡ്സ് എന്തൊക്കെയാണോ അവരുടെ കൺസിഡറേഷൻസ് അവരെല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അവരുടെ എല്ലാവരുടെയും ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സ്ഥാപനം പണിയുമ്പോഴാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം മാറുക. ഒരിക്കലും ഒരു ആർക്കിടെക്റ്റിന്റെയോ കൺസൾട്ടന്റിന്റെയോ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾ മാത്രം കൺസിഡർ ചെയ്തായിരിക്കരുത് ഒരു ഹോസ്പിറ്റലും ബിൽഡ് ചെയ്യേണ്ടത്. 2 പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ.
ക്ലിയർ ആണോ? Okay. Last paragraph കൂടി നോക്കാം. The distinction between an overall function and the activity components function is often misunderstood. ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ഓരോ പ്രവർത്തന ഘടകങ്ങളും തമ്മിൽ ചിലപ്പോൾ നമുക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് തെറ്റിദ്ധാരണ വന്നേക്കാം. ഇതാണോ അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനുള്ളിലെയും പ്രവർത്തനങ്ങൾ ഇതാണ് എന്നുള്ളത് മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ വെച്ച് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. To that extent, there is need to educate the planning group. എപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. മൊത്തത്തിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ അത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ പ്ലാനിങ് ടീമിനെയും കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോധവൽക്കരണം ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടുത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഉള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ആ ഒരു പ്ലാനിങ് ഗ്രൂപ്പിന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ എഡ്യൂക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. And especially the non-medical members of the group in the description of spaces and activities. അതുപോലെ തന്നെ ഇപ്പോ മെഡിക്കൽ പരമായിട്ടുള്ള സ്റ്റാഫുകൾ ഓൾറെഡി അവരുടെ അഭിപ്രായങ്ങളും റിക്വയർമെന്റ്സും പറയുന്നുണ്ട്. അതുകൂടാതെ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ അല്ലെ, അവരുടെ ആവശ്യകതകളും അവർക്ക് എന്തൊക്കെ സ്പേസ് ആൻഡ് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിശദീകരണവും അവരും കൊടുക്കേണ്ടതായിട്ടുണ്ട്. And the design of a hospital must also meet patients' needs as a whole. അതോടൊപ്പം തന്നെ ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റൽ എപ്പോഴും പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലാണ്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറെ ആവശ്യകതകളുണ്ട്. സോഷ്യൽ ഹെൽത്ത്, അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള പല ശീലങ്ങൾ, പ്രൈവസി, സ്വകാര്യത, നീഡ് ഫോർ സോഷ്യബിലിറ്റി, എന്താണ് സാമൂഹികത, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശീലങ്ങള് മുതലായവ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരുടെ ഇതുള്ള പോലെയുള്ള ബേസിക് നീഡ്സ് കാര്യങ്ങളെല്ലാം നിറവേറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ വരേണ്ടത്. ഈ താഴെ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇതിൽ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് എന്താ, ഒരു ഹോസ്പിറ്റൽ എവിടെ പണിയാം, അതിനുവേണ്ടി നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു അതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ, ജനറൽ ആയിട്ടുള്ള പൊതുവായ ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾ വീട് പണിയുമ്പോൾ എങ്ങനെയാ, ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഒരു വീട് നമുക്ക് പണിയാം. അപ്പൊ അത് ആ ഒരു സൈറ്റ് നോക്കിയിട്ടാണ് ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. ഒരു സൈറ്റ് നോക്കിയിട്ട് അതിനുള്ളിൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ പറ്റും. ഇങ്ങനെയല്ലേ പറയാ നമ്മുടെ അടുത്ത്, ശരിയല്ലേ? അല്ലാതെ നമ്മൾ പറയാണ് ഇപ്പൊ ഒരു 5-10 സെന്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പണിയെന്ന് പറഞ്ഞാൽ അവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അവരെപ്പോഴും പറയും ഇത്രയും ഒരു സെന്റ് ആണ് നിങ്ങളുടെ സ്ഥലം ഇത്രയാണ് ഉള്ളതെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാം, ഇല്ലേ? അതല്ലേ നമ്മൾ ആദ്യം എടുക്കുന്നേ. അല്ലാതെ അതിനുള്ളിൽ എത്ര റൂം വേണം, എത്ര എന്താ ബാത്റൂം വേണം എന്നല്ലല്ലോ നമ്മൾ ആദ്യം പറയുന്നത്. അതിനുള്ളിൽ ഇത്രയും ഉള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാം. ഇവിടെയും അത് തന്നെ ഒരു ഹോസ്പിറ്റൽ സൈറ്റ് കണ്ടെത്തിയാൽ ആ ഹോസ്പിറ്റലിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഹോസ്പിറ്റൽ നമുക്ക് ആ ഒരു പ്ലേസിൽ പണിയാൻ പറ്റും. അത് ആദ്യം മനസ്സിലാവും. അതിനുശേഷം നോക്കിയേ അതിനുള്ളിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ വേണമെന്ന് തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇത്രയും സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വീട് പണിയാമെന്ന് വിചാരിക്കും. അതിനുശേഷം നമ്മൾ ആ ഒരു ഉൾപ്പെടുന്ന രീതിയിൽ, അതായത് ആ ഇത്രയും സ്ക്വയർ ഫീറ്റിലുള്ള വീട് പണിയുമ്പോൾ അതിൽ എത്ര റൂമുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും, അതല്ലേ നമ്മൾ രണ്ടാമത് നോക്കുന്നത്, ശരിയല്ലേ? ഇവിടെയും അത് തന്നെ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇനി തേർഡ് വണ്ണിലേക്ക് നോക്കിയേ. ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റും എത്ര സ്പേസുകൾ വേണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല പല സെക്ഷൻസ് ആയിട്ടൊക്കെ ചിലപ്പോൾ തിരിച്ചു പണിയേണ്ടതായിട്ട് വരും അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റ് വെറുതെ ഒരു ഹോളായിട്ടൊന്നും അല്ലല്ലോ കിടക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമുക്ക് സെക്ഷനുകളായിട്ട് തിരിച്ചൊക്കെ പണിയേണ്ടതായിട്ട് വരും. അങ്ങനെ 3 ഘട്ടം. അപ്പൊ പ്ലാനിങ് എപ്പോഴും അങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് ആ ഒരു പിക്ചറിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും റൂം എത്ര വേണം, എത്ര റൂം ആ ഒരു സ്ക്വയർ ഫീറ്റിനുള്ളിൽ പണിയുന്ന വീട്ടിൽ നമുക്ക് എത്ര റൂം വെക്കാൻ പറ്റും അല്ലെ, അത് നോക്കും. ഇനി ആ റൂം എത്ര സ്പേസുകളിൽ വെക്കാൻ പറ്റും, ആ റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വെക്കാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നത് 3ാം ഘട്ടത്തിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഔട്ട്ലൈൻ ആണ്, അതിനുശേഷമാണ് ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുവരിക. ക്ലിയർ ആയോ? ആ ഒരു പിക്ചറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഒന്ന് മനസ്സിലാക്കി പോണേ, വെറുതെ നിങ്ങൾ അങ്ങ് വായിച്ചു വിടണ്ട, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. സമയം കിട്ടുന്ന പോലെ എന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടാ. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പിന്നീട് ലാസ്റ്റ് വായിക്കാന്ന് വെച്ച് പറ്റരുതേ. കുറച്ച് ലെങ്തി ചാപ്റ്ററുകളാണ് 6th മോഡ്യൂളിലെ, അറിയാലോ, നിങ്ങൾക്ക് ഓൾറെഡി ടീച്ചേഴ്സ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ നമുക്ക് അതിനെ കുറിച്ച് കിട്ടുമല്ലോ. അപ്പൊ അത് വെച്ചുകൊണ്ട് 1-2 പ്രാവശ്യം വായിച്ചു വിടുക കേട്ടോ. വായിച്ചു വിടുക, നിങ്ങൾ ബൈഹാർട്ട് ഒന്നും ചെയ്ത് പഠിച്ചു വെക്കേണ്ട. 1-2 പ്രാവശ്യം നിങ്ങൾ വായിച്ചു വിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടാത്ത പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ആ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളൂ കേട്ടോ. അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു വിടുക കേട്ടോ. എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.